കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ 8ാം ശമ്പള കമ്മീഷൻ ചർച്ചകൾ പുരോഗമിക്കുന്നു. അതിനിടയിൽ ജീവനക്കാരുടെ ഉയർന്ന ഫിറ്റ്മെന്റ് ഘടകത്തിനായുള്ള ആവശ്യങ്ങൾ സർക്കാരിന് വലിയ സാമ്പത്തിക വെല്ലുവിളിയാകുമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ 8ാം ശമ്പള കമ്മീഷൻ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഉയർന്ന ഫിറ്റ്മെന്റ് ഘടകത്തിനായുള്ള ആവശ്യങ്ങൾ ജീവനക്കാർ മുന്നോട്ട് വെച്ചത്. ആ ആവശ്യം സർക്കാരിന് ഇപ്പോൾ വലിയ സാമ്പത്തിക വെല്ലുവിളിയാകുമെന്നാണ് വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുമ്പോൾ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം നിശ്ചയിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗുണിതമാണ് ഫിറ്റ്മെന്റ് ഘടകം. രാജ്യത്തെ 50.14 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാരെയും 69 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരെയുമാണ് നേരിട്ട് ബാധിക്കാൻ പോകുന്നത്. ഈ ഘടകത്തിൽ വരുത്തുന്ന ചെറിയൊരു വർധനവ് പോലും ഖജനാവിന് വൻ പ്രതിസന്ധി തന്നെ സൃഷ്ടിച്ചേക്കും. വെറും 2% വർധനവുണ്ടായാൽ പോലും അത് സർക്കാരിന് താങ്ങാനാവാത്ത വിധം ഗണ്യമായ അധിക ചിലവ് വരുത്തിവെക്കുമെന്നാണ് പെൻഷൻ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഉയർന്ന ശമ്പളം നൽകുന്നതിനേക്കാൾ സർക്കാരിന് തലവേദനയാകുന്നത് നാഷണൽ പെൻഷൻ സിസ്റ്റം, യൂണിഫൈഡ് പെൻഷൻ സിസ്റ്റം എന്നിവ ഉൾപ്പെടെയുള്ള പദ്ധതികളിലെ പെൻഷൻ വിഹിതത്തിൽ ഉണ്ടാകുന്ന വർധനവാണ്. നിലവിൽ 32 മുതൽ 33 ലക്ഷത്തോളം ജീവനക്കാർ NPSന്റെ ഭാഗമാണ്. ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിന്റെയും ക്ഷാമബത്തയുടെയും 10% ജീവനക്കാരും 14% കേന്ദ്ര സർക്കാരുമാണ് ഇതിലേക്ക് സംഭാവന ചെയ്യുന്നത്. ഇതുവഴി പ്രതിമാസം 3000 കോടി രൂപയാണ് സർക്കാരിന്റെ വിഹിതമായി മാറുക. എന്നാൽ പുതിയ UPS പ്രകാരം സർക്കാരിന്റെ വിഹിതം 18.5% ഉയരും. ഉദാഹരണത്തിന് 40,000 രൂപ അടിസ്ഥാന ശമ്പളമുള്ള ഒരു ജീവനക്കാരന് പ്രതിമാസം 6,660 രൂപ വീതം സർക്കാർ അധികമായി നൽകേണ്ടി വരും. ഈ സാഹചര്യങ്ങൾ നിലനിൽക്കെ വിവിധ സംഘടനകൾക്ക് മെമ്മോറാണ്ടം സമർപ്പിക്കാനുള്ള സമയപരിധി 2026 ജൂൺ 15 വരെയാണ് കമ്മീഷൻ നീട്ടിയത്. ഇത് 3ാം തവണയാണ് സമയപരിധി നീട്ടി നൽകുന്നത്. ഇതിനിടെ റെയിൽവേ സാങ്കേതിക ജീവനക്കാരുടെ സംഘടനയായ IRTCSA 8ാം ശമ്പള കമ്മീഷൻ പ്രകാരം ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 52,600 രൂപയായി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലെ ശമ്പള ഘടന തങ്ങളുടെ കഠിനാധ്വാനത്തെയും സാങ്കേതിക ഉത്തരവാദിത്തങ്ങളെയും പ്രതിഫലിക്കുന്നില്ലെന്നാണ് ഇവരുടെ വാദം. 7ാം ശമ്പള കമ്മീഷൻ 2.57 എന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ ഉപയോഗിച്ച് ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയാക്കിയിട്ടായിരുന്നു നിശ്ചയിച്ചത്. പണപ്പെരുപ്പവും പുതിയ ആവശ്യങ്ങളും പരിഗണിക്കുമ്പോൾ പുതിയ ഫിറ്റ്മെന്റ് ഘടകം നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കടുത്ത പരീക്ഷണം തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.